ഇത് സാധനം കണ്ടുപിടിച്ച്. നമുക്ക് എന്തായാലും ചാലഞ്ച് എന്താണെന്നറിയാം. മാസ്റ്റർ, എന്താണ് ഇവർക്ക് കൊടുക്കുന്ന ചാലഞ്ച്? അവരെ കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങക്ക്? അക്വാ ഡാൻസ്. ഇവർ ആദ്യമായിട്ടാണ് കൈയും ചേർത്തിട്ട് വരുന്നത്. ഒരാളായിട്ട് കളിക്കണം. കണക്ഷൻ. അങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ടോ? യെസ്, കണക്ഷൻ റൗണ്ട്. രണ്ടുപേരും തമ്മിൽ കണക്ഷൻ വിടാൻ പാടില്ല. വേറെ ലെവൽ ആലോചിച്ച് കൂട്ടി വെച്ചേക്കാട്ടോ. നിങ്ങൾക്ക് നല്ല ചിട്ടപ്പണിയാണ്. അടിപൊളി സാധനമാണ് ഇവർ ഇറക്കാൻ പോണെന്ന് ഏകദേശം നമുക്കൊരു ഉറപ്പ് കിട്ടി. അപ്പം റെഡി? ചേട്ടാ ഇതെന്താ? ഇതാണ് മോളെ നീരാളി. നീരാളിയോ? അതേ മോളെ, മുട്ടയിട്ട് വിരിയുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ മരിച്ചു പോകുന്നവരാണവർ. അയ്യോ പാവ നീരാളി, എനിക്കും കാണണു അവരെ. അങ്ങനെയാണോ? ഒക്ടോപ്പസ് ആണോ? ഒക്ടോപ്പസ് ആണ് സാധനം. അത് പറഞ്ഞു, നേരത്തെ പറഞ്ഞു നീരാളി എന്ന് പറഞ്ഞു. അത് പക്ഷെ എന്താ ഇങ്ങനെ കൊച്ചുണ്ടാവുമ്പോ മരിച്ചു. Oh, the octopus dies? The male octopus dies? മെയിലല്ല, അമ്മയല്ലേ? കണക്ഷൻ എന്നുള്ളതായിരുന്നു അവരുടെ ടോപ്പിക്. അതെ, ദേ ആർ വെരി വെൽ കണക്റ്റഡ്. ആ ടോപ്പിക് വാസ് വെരി നൈസ്. നല്ല ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ സൂതിങ് ഇറ്റ് വാസ്. നമുക്ക് ജഡ്ജസിന് എങ്ങനെയായിരുന്നു നമുക്ക് ചോദിക്കാം. ആദ്യം മിയയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മിഥുനൻ, മാളവിക, ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു ചാലഞ്ച് തന്നപ്പോ നമ്മൾ എന്താണോ വിചാരിച്ചത് അതിന്റെ നെക്സ്റ്റ് ലെവൽ സാധനം നമ്മൾ കണക്ഷൻ എന്നുള്ള കാര്യം തന്നപ്പോ വിചാരിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വെച്ച് കണക്റ്റഡ് ആയിരിക്കും,
അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആദ്യമേ കൈകൾ പിടിച്ചോണ്ട് വന്നു, ഓക്കെ, അതിലെന്തെങ്കിലും ആയിരിക്കും ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അതിനെ ഇത്ര മനോഹരമായ ഒരു നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ആക്ട് ആക്കി ഈ ഒക്ടോപസിന്റെ ഈ ഒരു കാര്യത്തെ വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനമാക്കി ഈ ഒരു കണക്ഷനെ കൊണ്ടുവരും എന്നുള്ളത് സത്യത്തിൽ ചിന്തിച്ചില്ല. ഈ ഐഡിയ ആരുടെ തലയിലാ വന്നത്? ആരോ കൊറിയോഗ്രാഫി? കുക്കുചേട്ടൻ. കുക്കു, നീ ഒന്ന് പറടാ, ഇത് എങ്ങനെയാണ് നിനക്ക് ഈ ഐഡിയയും കാര്യങ്ങളൊക്കെ വന്നേ? കഴിഞ്ഞ വർഷം എൻ്റെ വൈഫ് ദീപ്സ് എന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് പിറന്നാളിന് ആൻഡമാനിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വെള്ളത്തിന്റെ അടിയിൽ സ്കൂബ ഡൈവ് ചെയ്തത്. സോ നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് അത് ഭയങ്കര മനോഹരമായിരുന്നു. എനിക്ക് കരയിൽ മാത്രമല്ല വെള്ളത്തിന്റെ അടിയിലൊരു മനോഹരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലായത് അവിടെയാണ്. പക്ഷെ നമുക്ക് ഒരു എത്രയോ സെക്കൻഡ്സ് മാത്രമേ വെള്ളത്തിനടിയിൽ പോവാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു ലോകം ഇതിലൂടെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എൻ്റെ വീട്ടില് വെള്ളത്തിലോട് ചേർന്ന് കിടക്കുന്ന ഒരു മനുഷ്യന് വീട്ടിലുണ്ട്, ഒരു സ്വന്തം ഡാഡിക്കുൾ. വർഷങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഡാഡിക്കൊരു ഡെഡിക്കേഷൻ കൊടുക്കുന്നത്. ഈ പെർഫോമൻസ് ഡാഡിക്ക് വേണ്ടി ഡാഡിക്ക് വേണ്ടി നമ്മൾ ഈ പെർഫോമൻസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ ഞങ്ങള് അധികം ഒന്നും സംസാരിക്കൊന്നുമില്ല. ഞങ്ങള് ഇപ്പോഴാണ് ചില്ലായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് മേശം വരുന്ന ഇങ്ങനെ ഊണ് കഴിക്കുമ്പോ, അതെ ഞാൻ അവിടെ 2 കുട്ടികളുണ്ടേ, അവർക്ക് ഞാനൊരു നീരാളിനെ എടുത്താലോ എന്ന് ആലോചിക്കണം. അപ്പൊ ഡാഡി അപ്പൊ നീരാളി പെട്ടെന്ന് എണ്ണ ചേർന്ന മരിച്ചോന്ന്. അതങ്ങനെ അല്ലടാ മരിച്ചു പോവാ, അത് ഇങ്ങനെയാണ് മരിച്ചു പോവാ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ആ ഇൻട്രസ്റ്റ് കണ്ടപ്പോ ഞാൻ അപ്പം ഉറപ്പിച്ചു. ഭയങ്കര ചാലഞ്ച് ആയിരുന്നത് ഇതെങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ഡാഡിക്കുള്ള ആ ഒരു സന്തോഷം കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു ഇത് ഞാൻ ചെയ്യുന്നു. ഞാൻ ദീപേനെയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിച്ചോട്ടെ. എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖമാണ് കുക്കുന്റെ വൈഫ് കുക്കു. 2 പേരും ഉണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ. കണക്ഷൻ റൗണ്ടിൽ മാതൃകയാൻ പറ്റിയ 2 പേരും വരുന്നതേ കൈ പിടിച്ചിട്ട് കയറി. അതെ, ഭയങ്കര സ്നേഹത്തിന് വേണ്ടി പേര് കേട്ട 2 ആളുകളാണ്. സത്യം. അത് എടാ ദീപ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഇവൻ എപ്പോഴും ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കാൻ വരായിരുന്നു. നീയാണോ അവിടുത്തെ ടഫ് ആള്? അവന്റെ കൂടെ നടന്നിരുന്നപ്പോ എനിക്ക് തന്നെ കരച്ചിൽ വന്നു തുടങ്ങി. അവൻ ഇപ്പോഴും അങ്ങനെയാണ്, പെട്ടെന്ന് സെന്റിമെന്റലാവും. ദേഷ്യപ്പെടല് കുറവാ, എന്റെ അടുത്ത് മാത്രമേ ദേഷ്യപ്പെടുള്ളൂ. ചെറുതായിട്ട് ഒക്കെ തീർന്നു എന്നൊക്കെ. അല്ലാതെ പുറത്തൊന്നും അങ്ങനെ ദേഷ്യപ്പെടില്ല. പുറത്ത് അവൻ കാണിക്കുന്ന ഇമോഷനാണ് കരച്ചിൽ. സന്തോഷം വരുമ്പോഴും അവൻ കരയും, സങ്കടം വരുമ്പോഴും. അല്ല ദീപ, ഈ പറഞ്ഞ പോലെ കുക്കുന് ഇടയ്ക്കിടയ്ക്ക് ഈ കരച്ചിലുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ ഈ കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ അവൻ കരയാൻ തുടങ്ങും, എന്നാ പിന്നെ പറയണ്ട, അങ്ങനെ വല്ലതൊക്കെ മാറ്റി പറയാതിരിക്കേണ്ടിയൊക്കെ വരുന്നുണ്ടോ? ഇല്ല, ഞാനെല്ലാം പറയും. എന്റെ ലൈഫിൽ ഇല്ല, പക്ഷെ അവൻ സ്ട്രോങ് ആണ്. കരയണത് നിങ്ങൾ നോക്കണ്ട, പക്ഷെ അവൻ ഉള്ളില് ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പൊ ഈ ഒരു റൗണ്ട് കിട്ടിയപ്പോ അവൻ 100%, അതായത് ഇവരുടെ അടുത്തേക്ക് പോണത് ഞങ്ങൾ വളരെ 3 ദിവസം ഞങ്ങൾ അവിടെ പോയിട്ടുള്ളൂ. പക്ഷെ അതിന് മുന്നേ ഒരു 2 weeks അവൻ ഇതന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന് ഇതിനു വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അത് എനിക്ക് പറ്റില്ല അങ്ങനെ ഇരിക്കാൻ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാൻ. അത് അവൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. പീപ്പിൾ ഹാവ് ദ വീക്കസ്റ്റ് ഇമോഷൻസ് എന്ന് പറയില്ല, അവർക്കാണ് ഏറ്റവും കൂടുതൽ കരച്ചിൽ വരിക. നീ ആണ് അതിന് പറ്റിയ ഉദാഹരണം. ഞാൻ തിരിച്ച് നീ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് എനിക്ക് വരണം. എനിക്കത് അറിയാൻ ഭയങ്കര ഒരു കൗതുകമുണ്ട്. ഇപ്പം ഡാഡി ഇത് പറഞ്ഞ സമയത്ത് ഡാഡി പറഞ്ഞ കഥ എങ്ങനെയായിരുന്നു, അതൊന്ന് നീ പറഞ്ഞടാ. ഇവര് 2 പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 9 ബ്രെയിൻ ഉണ്ട്. നമുക്കൊരു ബ്രെയിൻ ഉള്ള പോലെ 9 ബ്രെയിൻ ഉണ്ട്. ഒരെണ്ണം മെയിൻ ബ്രെയിൻ ആയിരിക്കും. പിന്നെ 8 വിരലുകളല്ല നിങ്ങൾ കണ്ടിട്ടില്ല, 8 കാലുകൾ. അതിൽ തന്നെ ബ്രെയിൻ മിക്സ്ഡ് ആണ്. അതൊരു ബ്രെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു മെയ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ കൈ കൊണ്ട് തന്നെയാണ്. അപ്പൊ വിത്ത് ബ്രെയിൻ അത് അങ്ങനെ ആവുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലാണ് അവർ അൺസ്റ്റേബിൾ ആവുന്നതും ബാലൻസ് പോണതും അച്ഛൻ നഷ്ടപ്പെടുന്നത്.
അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയധികം മുട്ടകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഇങ്ങനെ ഇരിക്കുക, അതിങ്ങനെ ഭയങ്കര, അതാണ് ലാസ്റ്റ് ശരിക്കും അവനിലൂടെ ഞാൻ കൊടുത്തത്, ജീവിപ്പിച്ചത്. സോ ആ അമ്മ ഇങ്ങനെ 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 പ്രൊട്ടക്ട് ചെയ്ത് അത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറി. പക്ഷെ സ്വന്തം കുഞ്ഞുങ്ങളെ കാണാതെ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്ന രണ്ട് ആൾക്കാർ, രണ്ട് അച്ഛൻ അമ്മ. അപ്പൊ ഏറ്റവും വലിയ പോരാളി അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ത്രീ എന്നറിയപ്പെടുന്ന ഒരു അമ്മയാണ് നീരാളി. പക്ഷെ ഇതിനിങ്ങനെയൊന്നല്ല ചിലപ്പോൾ ചിത്രീകരിക്കേണ്ടത്. പക്ഷെ ഞാൻ അതിന് ഇഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഈ നീരാളി എന്നുള്ള ജീവി എന്തൊരു സർവൈവർ ആണെന്ന് ആലോചിച്ച് നോക്ക്. പാരന്റ്സ് ഇല്ലാതെയാണ് അത് ഉണ്ടായി വീഴുന്നത്. അപ്പൊ അത് തന്നെ സർവൈവ് ചെയ്താണ് ഈ രീതിയിൽ എത്താനായിട്ട്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡ് ആയിട്ടുള്ള ഒരു ജീവി ആകാം. അങ്ങനെ നീരാളിയുടെ കഥയും ഇവരുടെ നമ്മളിങ്ങനെ ഓരോ ഡാൻസ് എല്ലാം കണ്ടിട്ട് പോകുന്നടാ. ഓരോ ഡാൻസിന്റെ പിന്നിൽ എന്തുമാത്രം ഇതിപ്പോ ഇവൻ വന്ന് പറഞ്ഞു എന്തോരോ സ്റ്റോറീസ് നടക്കുന്നുണ്ടെന്നുള്ളത് അല്ലെ. ശരിക്കും ഇവിടെ നടക്കുന്ന ഓരോ പെർഫോമൻസിന്റെ പിന്നിൽ ഇത്ര അധികം സ്റ്റോറീസ് ഉണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും അളിയ നീ ചുമ്മാ പൊളിച്ചു കളഞ്ഞു, നീ ചുമ്മാ കലക്കി കളഞ്ഞു. പക്ഷെ ഓൾവേസ് പൊളി കപ്പിളാണ്. അപ്പോ പൊളി കപ്പിൾസ്, താങ്ക് യു വെരി മച്ച്. അതെ, നമ്മള് നേരെ ഇതിന്റെ ആ മൂഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ആ കമന്റ്സിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ മെസ്മറൈസിംഗ് സ്കൂബ ഡൈവിംഗ് പെർഫോമൻസ്? മിഥുൻ മാളവിക ചേച്ചി നന്നായിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്. നിങ്ങളുടെ കണക്ഷൻ ഞാൻ ആക്ച്വലി എക്സ്പെക്ട് അത്രയും ചെയ്തില്ല. വി ഓൾ നോ ദാറ്റ് യുവർ കെമിസ്ട്രി ഈസ് വെരി ഗുഡ്. പക്ഷെ ഇങ്ങനെ ഒരു കോണ്ടാക്ട് കണക്ഷൻ മാതിരിത്തെ ആക്ട് ഞങ്ങൾ ചാലഞ്ച് ആയിട്ട് തന്നപ്പോൾ വി വർ നോട്ട് ഷുവർ ഇഫ് യു വിൽ ബി ഏബിൾ ടു പുൾ ഇറ്റ് ഓഫ്. കാരണം കെമിസ്ട്രി ഈസ് ഡിഫറെന്റ്, കണക്ഷൻ ഈസ് ഡിഫറെന്റ്. ഓക്കെ, പക്ഷെ നിങ്ങളിപ്പോ വന്ന് കളിച്ചത് സ്റ്റേജിൽ കണ്ടപ്പോ ഇറ്റ് വാസ് യു ടുക്ക് us to a different world altogether. നിങ്ങളുടെ ആക്ച്വലി ഈ ശില്പ പറഞ്ഞ മാതിരി എന്താണ് രണ്ട് ശരീരം ഒരു മനസ്സും. ഇറ്റ് വാസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. കണക്ഷൻ റൗണ്ടിന്റെ കംപ്ലീറ്റ് justified performance. Wow, super. Because not only the choreography, എടുത്ത മെയിൻ ഐഡിയ ആണ്. ഇപ്പോൾ ഇതേ സംഭവം നിങ്ങൾ ഈ നീരാളി ഇല്ല എന്ന് പറഞ്ഞ ഒരു ആക്ട് ആയിട്ട് നോർമൽ ഒരു ഡാൻസ് ആയിട്ട് നിങ്ങൾ കളിക്കുവാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ഫ്ലാറ്റ്. സോ ദ വേ ഇത് എടുത്ത ഒരു ഐഡിയ, അതിന്റെ ഒരു കോസ്റ്റ്യൂം, അതിന് കിട്ടിയ ലൈറ്റിംഗ്, എസ്പെഷ്യലി ആ ഷെല്ലൊക്കെ തുറക്കുമ്പോൾ അതിനകത്ത് വരുന്ന ആ ഫീലിംഗ്, എവറിത്തിങ് വാസ് ബ്യൂട്ടിഫുൾ. അതെന്താ വെച്ചാല് അവിടെ ബാലൻസ് എന്തിനാ മിസ്സായും പറയട്ടെ, കണ്ണടിച്ചു പോയി. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഇവിടെ കാണുമ്പോ. അത് ദൃഷ്ടി അവിടെ ഇടയ്ക്ക് കിട്ടും, പക്ഷെ നിന്നില്ല. പക്ഷെ നിങ്ങൾ നിന്നില്ല. ബെസ്റ്റ് പാർട്ട് വാസ് ഓക്കെ, ഒരു പാനിക് മോഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 20 seconds ആയിരുന്നു പിക്കപ്പ് ആവാൻ, പക്ഷെ നിർത്തിയില്ല, വിട്ടില്ല. യു കണ്ടിന്യൂ ടിൽ ദ എൻഡ്. മാനേജ് ചെയ്തു. പക്ഷെ മാസ്റ്റർ, ഡിഡ് യു നോട്ടീസ് വൺ തിങ്? അവിടെ ആ ഷെല്ലിന്റെ അകത്ത് പോയിട്ട് ബിക്കോസ് ഓഫ് സോപ്പ് വാട്ടർ അവരുടെ ബാലൻസ് ഒക്കെ പോയി കഴിഞ്ഞപ്പോ മാളവിക വാസ് എ ലിറ്റിൽ ഓഫ്. ഷി വാസന്റ് ഏബിൾ ടു ക്യാച്ച് അപ്പ്. പക്ഷെ ഇവര് രണ്ടുപേരും ഐ കോണ്ടാക്ട് മിസ്സായിട്ടില്ല. സോ മിഥുൻ വാസ് കോൺസ്റ്റന്റ്ലി ത്രൂ ഐസ് ടെല്ലിങ് ഹർ, ബാബാ നമുക്ക് ചെയ്യാം. ആൻഡ് ഷീ ഗേവ് ഇൻ. ഓക്കെ, യു ഗൈഡ് മീ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് ടു വാച്ച്. നിങ്ങൾ ആ മറ്റേ ഫിസിക്കലി മാത്രമല്ല, ത്രൂ എവറി പോസിബിൾ വേ യു വർ കണക്റ്റഡ്. Brilliantly choreographed. Kuku, super. I'm proud of you. Quality performance. ഇത് ഭയങ്കര വിഷനാണ് ഈ പെർഫോമൻസ്. സത്യം. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാടാ, ഇവിടെ നമ്മള് ഇതുവരെ കാണാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ ഇപ്പൊ നമ്മള് മിഥുന്റെ വീട്ടുകാരെ കാണുന്നു, മിഥുന്റെ വീട് എവിടെയാന്ന് അറിയുന്നു, അമ്മേനെയും കുറിച്ച് അറിയുന്നു. എടാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നമുക്ക് ആർക്കും അറിയില്ല അതിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ. വീട്ടിലെ അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഞാൻ, മാമൻ. ഓക്കെ. ബ്രദർ സിസ്റ്റർ ആരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ ഉണ്ടോ? എവിടെയാണ്? ഒരു 3-4 വർഷമായിട്ട് കൂടെ ഇല്ല, പഠിക്കുകയാണ്. MBBS സ്റ്റുഡന്റ് ആണ്, ഫിലിപ്പീൻസിലാണ്. ഫിലിപ്പീൻസിലാണോ? വാവ്, ബഡിംഗ് ഡോക്ടർ.
അപ്പോൾ ഇപ്പൊ കൂടെ ഇല്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവളാണ് ഇവിടെ വരാനായിട്ട്. എപ്പോ ഇതിന്റെ ഒരു വീഡിയോ ഇറങ്ങും, ഈ ഞങ്ങൾ കാണുന്ന മുമ്പേ അവിടെ കാണും ആള്. അവിടെ ഒരു വലിയൊരു ടീമുണ്ട്, ഇവിടെ ഫുൾ ഫാൻസ് ആണ് എല്ലാം. കുക്കുചാന്റെ ഒക്കെ ഭയങ്കര ഫാൻസ് ആണ്. അപ്പോ അവളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാള്. അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ കൊറോണ കാരണമാണോ 3-4 വർഷമായിട്ട് വരാൻ പറ്റാത്ത? ഇവര് തമ്മിലുള്ള ബന്ധം എന്താ നിനക്കറിയോ? ലൈക് സിബ്ലിംഗ്സ് അതിപ്പോ മിഥുൻ ചേട്ടന് അമ്മൂനെ പറ്റി പറയാനേ ഉള്ളൂ, അമ്മൂനെ മിഥുൻ ചേട്ടനെ പറ്റി പറയാനേ ഉള്ളൂ. കാരണം ഞാൻ ഇതുവരെ ഇത്രയും അടിപൊളി ഒരു ബ്രദർ സിസ്റ്ററിനെ ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി അമ്മു ഭയങ്കര പ്രൗഡാണ്. എന്ന് വെച്ചാൽ മിഥുന്റെ സിസ്റ്റർ ആണെന്ന് അറിയപ്പെടാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം എല്ലാവർക്കും മിഥുൻ ചേട്ടനെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ഇപ്പൊ നാട്ടിലായാലും കോളേജിലായാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും. അപ്പൊ ഭയങ്കര ഷീ ഈസ് റിയലി ഹാപ്പി ടു ബി ഹിസ് സിസ്റ്റർ. എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? ഞങ്ങൾ 2 വയസ്സ്. 2 വയസ്സിൽ. അത് എനിക്ക് തോന്നുന്നു അതും കൂടിയാണ് ആ അറ്റാച്ച്മെന്റിന്റെ ഒരു കാര്യം. കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു ബ്രദർ സിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോ ഇത്രയും ഇവര് അടി കൂടാറ് അങ്ങനൊന്നുമില്ല. എന്ന് വെച്ചാ ഭയങ്കര ഇപ്പം മിഥുൻ ചേട്ടൻ ഇപ്പൊ ഓക്കെ അല്ല, ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഒന്നില് അമ്മൂനെ വീഡിയോ കോൾ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചേരം സംസാരിക്കുമ്പോ ബേബി എന്നാ വിളിക്കുന്നത്. ബേബി നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ തന്നെ മിഥുൻ ചേട്ടൻ ഇങ്ങനെ ഫ്ലാറ്റ് ഒന്നുമില്ലടാ ബേബി ഞാൻ ഓക്കെയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബേബി വിളിക്കാം. നിങ്ങൾ പരസ്പരം വഴക്കൂടാനൊന്നുമില്ല? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഫാമിലി മെമ്പറിനെ ഈ കൊറോണ കാരണം ഒരുപാട് പേര് പിരിഞ്ഞ് ഒരുപാട് നാളുകളും വർഷങ്ങളും കാണാതിരുന്നിട്ടുണ്ട്. അത്രയും അടുപ്പുള്ള ഒരു ഫാമിലി മെമ്പറിനെ ഇത്രയും വർഷമായിട്ട് നീ കാണാതിരിക്കുമ്പം നിനക്ക് ആക്ച്വലി നീ എപ്പോഴെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ടോ? അവള് അങ്ങോട്ട് പോവാനോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനോ? ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഈ റീസെന്റ് ആയിട്ട് വരാനിരുന്നതാണ്. അപ്പോ വീണ്ടും ഹോളിഡേ കഴിഞ്ഞു, 10 days റിമൈനിങ് ഉള്ളൂ. അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പോ വീണ്ടും പോയി. ഇനി അടുത്ത ഇയർ വരെ വെയിറ്റ് ചെയ്യണം. 2023 വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? ചില സാധനങ്ങൾ അങ്ങനെയാടാ, നമ്മള് കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ സുഹൃത്തുക്കളെ, ബേബിയും ഒന്നിക്കുകയാണ്. അവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്. എന്താടാ നിന്റെ ശ്വാസവും ഡയലോഗും സംസാരമെല്ലാം തീർന്ന? കുട്ട എങ്ങനെയുണ്ട് സർപ്രൈസ്? ശരിക്കും ഞാൻ ഇപ്പൊ ചത്തുപോയെന്ന്. ഇല്ല, കൈ ബാക്കി പിടിച്ചപ്പോ നീ ആരാധന കരുതി? ഇല്ല, ഇത് ചേച്ചി എല്ലാം കളിക്ക് എന്തെങ്കിലും ചെയ്യുന്നതാണെന്ന് വിചാരിച്ചു. പേടിച്ചു. ഇതെന്തിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോ ശരിക്കും എങ്ങനെ ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയുമലേ ഒരു വരിയാ. ഭയങ്കര ഒരു ഓക്വേർഡ് സൈലൻസ്. എനിക്ക് പറ്റുന്നില്ല. മോളെ എപ്പോഴാ വന്നത്? ആക്ച്വലി 2 ദിവസമായതേ ഉള്ളൂ. 2 ദിവസമായതേ ഉള്ളൂ. വിളിച്ചില്ല, പറഞ്ഞില്ല? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് അറിയാമോ? അമ്മയ്ക്ക് അറിയാം. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് അറിയാമോ? എല്ലാവർക്കും. ഓക്കെ, അപ്പൊ എല്ലാരും കൂടെ ഒരു ബിഗ് സർപ്രൈസ് തന്നതാണ് കേട്ടോ ഇതിന്. എല്ലാരും ഒത്തിരി കഷ്ടപ്പെട്ട് ചേട്ടൻ മിണ്ടായിരിക്കാൻ വേണ്ടിട്ട്, എല്ലാരും പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ. ഞാൻ കോള് ചെയ്തത്, അപ്പൊ വീഡിയോ കോൾ എടുത്തില്ല. എന്നിട്ട് ഞാൻ വീണ്ടും വോയിസ് കോൾ ചെയ്തു. അപ്പൊ എടുത്തിട്ട് പറഞ്ഞു ബേബി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചത്. എന്നിട്ട് ഒന്നും ഒരു ക്ലൂ പോലും കിട്ടിയില്ല. വീഡിയോ കോൾ ചെയ്ത് തെങ്ങും ഓലയും മടക്കലെല്ലാം കണ്ടു കഴിഞ്ഞ മനസ്സിലാവില്ലേ?
അവിടെ ഇരുന്ന് കണ്ണ് നിറഞ്ഞ് കണ്ടുപിടിക്കാൻ മൊമെന്റ് ആണ്. ഞങ്ങൾക്ക് ഇതൊരു ത്രില്ലായിരുന്നെങ്കിലും അമ്മക്ക് ഇതൊരു ഇമോഷൻ ആണ് ഈ മൊമെന്റ്. രണ്ട് മക്കളെയും ഒന്നിച്ച് കണ്ടിട്ട് 3 വർഷമാവുകയാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ ഒന്നിച്ച് കാണുമ്പോ അമ്മയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്കിത് ഇവര് തന്നെയാണ് എന്റെ ലോകം. കണ്ട് സന്തോഷം. ശരിക്കും ഇവര് രണ്ടുപേരും മക്കളായി കിട്ടിയതിൽ ഞാൻ ശരിക്കും ഭാഗ്യമുള്ളൊരു അമ്മയാണ്. എപ്പോഴും എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറിയ കാര്യത്തിന് പോലും അവരെന്നെ വിഷമിപ്പിക്കാറില്ല, രണ്ടുപേരും. അത്രേ ഉള്ളൂ. പിന്നെ അവനെ ഞാൻ ഒത്തിരി വഴക്കൊക്കെ പറയാറുണ്ട്. വഴക്ക് പറയുമ്പോഴൊക്കെ അവൻ തിരിച്ച് എൻ്റെ അടുത്ത് പറയും, മമ്മീരെ മോനാണ്, മമ്മീരെ ബുദ്ധിയെ നീ കാണുള്ളൂ, അപ്പൊ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അമ്മ ഇപ്പൊ അവിടെ ഇരിക്കുന്നത്, ഈ രണ്ടുപേരും ഒന്നിച്ച് ഹഗ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവും. ഇതുവാ. അമ്മ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ എപ്പോഴും അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇവർ രണ്ടുപേരും തമ്മിലാണെങ്കിലും എങ്ങനെ. അതെ, ഞാന് ഇവന്റെ ഒരു നിഷ്കളങ്കമായ ഫേസ് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഈ ഒരു കള്ളത്തരം മറച്ചു വെക്കുന്നല്ലോ എന്നുള്ള ഫീല്. വിളിക്കുമ്പോഴൊക്കെ പറയും, മമ്മി ബേബിയെ വിളിക്ക്, എന്ത് പറയണമെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ എപ്പോഴും എനിക്കൊരു സങ്കടമാണ് ഇവന്റെ ഫേസ് കാണുമ്പോൾ. എങ്ങനെയെങ്കിലും ആ സൺഡേ വൈകിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് വിട്ടത്. ഇവള് സൺഡേ രാത്രിയാണ് വന്നത്. അപ്പൊ ഇവ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ കാണുമല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്നുള്ളത് കൊണ്ട് രാത്രി തന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് വിടുകയാണ് ചെയ്തത്, ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. മോനെന്ന് അല്ലെങ്കിൽ രാവിലെ പോവാന്ന് പറയണ ഇവന് വൈകിട്ട് തന്നെ നീ ഇന്ന് പൊയ്ക്കോ, കുഴപ്പമില്ല, അവിടെ പോയിട്ട് യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചല്ലേ പോണത്, സാരമില്ല, അവിടെ പോയി റെസ്റ്റ് ചെയ്തിട്ട് നീ പ്രാക്ടീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ വിചാരിച്ച് എനിക്ക് അവൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കും പറയണത്. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഇങ്ങോട്ട് വന്ന ശേഷം ഞാൻ അവനെ കോൾ ചെയ്തിട്ടേ ഇല്ല. ഇന്നലെ 10:30 എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മമ്മി എങ്ങനെയെങ്കിലും രാവിലെ വരാൻ നോക്ക്, എങ്ങനെയെങ്കിലും വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ രാത്രി നീ എന്നെ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ വരാനാണ്, നീ ഇത്തു കൂടെ താമസിച്ച് വിളിച്ചാൽ മതിയല്ലോ. അപ്പോഴവൻ പറഞ്ഞു, ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു, എന്തായാലും വരത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ട്. മമ്മിയുടെ വേറൊരു പെർഫോമൻസ് അവിടെ. അല്ല, അതല്ല ഞാൻ പറയാൻ നിൽക്കുന്നത്, അതല്ല. നമ്മള് ഒരാളോ രണ്ടാളോ ഒരു വീട്ടിലൊരു സർപ്രൈസ് അറിഞ്ഞിട്ടുണ്ട്, മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ ഓക്കെ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നിൽക്കാം. എന്റെ ഒക്കെ വീട്ടില് സർപ്രൈസ് വെക്കാൻ പറ്റില്ല. അമ്മൂമ്മ അപ്പനെ അറിഞ്ഞില്ല, അമ്മൂമ്മ അപ്പനെ അറിഞ്ഞിട്ടില്ല. ഇവള് വന്ന ശേഷം മാത്രമേ വീട്ടിൽ അറിഞ്ഞുള്ളൂ. അപ്പൊ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ച്, ബൈ ചാൻസ് ഇവ അമ്മാമ്മയെ വിളിക്കുവാണെങ്കിൽ അമ്മാമ്മ പറയും, മക്കളെ നിനക്കൊരു പണി വെച്ചിട്ടുള്ളത്. അത് കാരണം അമ്മേനെ ഫോണെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങളിപ്പോ തന്ന വൈബ്, ഭയങ്കര ഹാപ്പിനെസ്, അതിൽ ഞങ്ങൾക്കും പങ്കാളിയാവാൻ സാധിച്ചതില് ഒത്തിരി സന്തോഷം. നമുക്ക് ഇവര് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മാർക്സിലോട്ട് പോയാലോടാ. നമുക്ക് അതെ, എന്തായാലും മിഥുൻ ആൻഡ് മാളവികയുടെ മാർക്സും കൂടെ അറിയണം. അപ്പൊ ഈ സൂപ്പർ കുടുംബത്തിന് അതെ എത്ര മാർക്ക് ഉണ്ട്? അതെ, ഔട്ട് ഓഫ് 100 ഫോർ മിഥുൻ ആൻഡ് മാളവിക, മീനു ആൻഡ് അമ്മ, എല്ലാവർക്കും കൂടി ചേർത്തിട്ട് ഒരു മാർക്ക് അങ്ങ് തന്നാട്ടെ. 10, 20, 30, 40, 50, 60, 70, 80, 90. അപ്പോ ഒരു DKDയുമായിട്ട് അമ്മയുടെ മക്കള് ഇപ്പൊ ഇവര് മോനല്ല, അപ്പൊ മക്കളെല്ലാം കൂടി തകർത്ത് വാരിയിരിക്കുകയാണ്. അപ്പൊ ഒരു വലിയ കൈഡി കൊടുത്തേ. ഇനി ഫിലിപ്പൈൻസിലോട്ട് ഇതൊക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി മോളെ, പറ്റുമെങ്കിൽ ഓൺലൈൻ അല്ലേ ചെയ്യും. ഇനിയിപ്പോ ചെല്ലുമ്പോ പറയാലോ, ഞാനും മേടിച്ചു ഒരു DKD. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മിഥുൻ, മാളു ആൻഡ് ഫാമിലി. സിമ്പിൾ ആയി